മക്കളെ പുതിയൊരു കിടക്കാച്ചി വീഡിയോ സ്വാഗതം ഫ്രണ്ട്സ്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഇതുപോലത്തെ കളർ പേപ്പറിൽ എങ്ങനെയാണ് വീട്ടിൽ കളർ പട്ടം ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ കളർ പട്ടം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് അടക്കാം. വീട്ടിലോട്ട് അടക്കുന്ന മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ആകണമെന്ന് സമയം സബ്സ്ക്രൈബ് ഇട്ടോ ഒന്നെനേബിൾ ചെയ്യുക. തൊട്ടാൽ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിലിടുക. എന്നാലും നമ്മൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് ഇട്ടോളൂ. അതുപോലെ വീഡിയോ സ്റ്റുഡിയോ ഉറപ്പായി ലൈക്ക് അടിക്കുക. നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ താഴത്തെ കമൻറ്റ്സിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കയറി ഫോളോ തരാം, ഓടി കയറി ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു പട്ടത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ക്യാമറ ക്വാളിറ്റി വളരെ കുറവായിരുന്നു. എന്തായാലും നമുക്ക് ഇതിൽ ക്യാമറ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ താഴത്തെ കമൻറ്റ്സിൽ നിന്ന് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. ഫ്രണ്ട്സ്, ആദ്യം നമുക്ക് ഇതുപോലത്തെ ഒരു കളർ പേപ്പർ നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ഈ ഒരു കളർ പേപ്പർ നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, നമ്മൾ ട്രയാങ്കിൾ ഷേപ്പ് എടുത്തിട്ടുണ്ട്. കറക്റ്റ് കോണ് ട്രയാങ്കിൾ ആയിരിക്കണം. ഓക്കെ, നമ്മൾ ട്രയാങ്കിൾ ഷേപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ആവശ്യമുള്ള എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ 4 ഈർക്കിൽ നമുക്ക് ആവശ്യമുണ്ട്. കുറച്ച് കട്ടിയോടി ഈർക്കിൽ നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ ഒരു നൂലും നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അമ്പും വില്ലും ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഈർക്കിൽ എടുത്തേക്കുന്നത്. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഇതിൽ നിന്നൊരു ഈർക്കിലെടുത്ത ശേഷം നമുക്ക് അമ്പുണ്ടാക്കാം. അമ്പുണ്ടാക്കുന്നത് നമ്മൾ ആ പട്ടത്തിൻ്റെ നേരെ ഭാഗത്തായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന പോലെ തന്നെ ഈർക്കിൽ വെച്ച് കൊടുത്ത ശേഷം അതിൻ്റെ അളവെടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ഈർക്കിൽ പീസ് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ഈർക്കിൽ നമുക്ക് ആവശ്യമുണ്ട്. നമ്മളൊരു ഈർക്കിൽ ഇപ്പോൾ ഞാൻ എടുത്ത ഈർക്കിലിൻ്റെ അടിവശത്തായിട്ട് നല്ല കുറച്ച് കട്ടിയുള്ള കൂടിയുള്ള ഒരു ഭാരം ഉണ്ടായിരുന്നു. നമ്മൾ ആ ഒരു ഈർക്കിൽ കഷ്ണം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം നമ്മൾ കറക്റ്റ് നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയ ഈർക്കിലിൻ്റെ അതേ അളവ് വെച്ച് കൊടുക്കുക. ഓക്കെ, നമ്മൾ അതും കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അമ്പ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളത് ഓപ്പോസിറ്റ് ആയിട്ട് വയ്ക്കുക. ഈർക്കിൽ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വെച്ച ശേഷം നമ്മുടെ ഒരു നൂലെടുത്ത് നമുക്ക് ആ ഒരു ഈർക്കിലിൽ കെട്ടി കൊടുക്കണം. അപ്പോൾ ഈർക്കിൽ നമ്മൾ കെട്ടി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് മോൾ ഭാഗത്തായിട്ടൊരു ചെറിയൊരു ലോക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരു ലോക്ക് ഇട്ട ശേഷം ബാക്കിയുള്ളത് നൂല് ചുറ്റി താഴെ വരെ പോകണം. ഓക്കെ, ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ അമ്പ് നമ്മൾ കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനം വന്നിട്ട് ഒരു ലോക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, ആ ലോക്ക് ഇടുന്ന എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ ആ നൂല് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ബാക്കി വന്ന നൂല് നമ്മൾ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അമ്പ് കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് അളവിലായിട്ടാണ് നമ്മുടെ അമ്പ് വന്നേക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ വില്ലുണ്ടാക്കാം. വില്ലിന് വേണ്ടി നമുക്ക് ഇതിൽ നിന്ന് ഒരു ഈർക്കിൽ പീസ് എടുത്ത ശേഷം നമുക്ക് വളച്ച് വെച്ച് കൊടുക്കാം. ഓക്കെ, ആകുമ്പോൾ ഒരു അറ്റത്തിൽ നിന്ന് അടുത്ത അറ്റത്തിലോട്ട് കറക്റ്റായിട്ട് വളയ്ക്കുക. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ആ ഒരു വില്ല് കറക്റ്റായിട്ട് വളഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ബാക്കി വന്ന പീസ് നമുക്ക് അങ്ങ് പൊട്ടിച്ച് കളയാം. ഓക്കെ, നമ്മൾ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ഈർക്കിൽ നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ആ ഈർക്കിലെടുത്ത ശേഷം കറക്റ്റ് അളവ് വെച്ച് കൊടുക്കുക. അളവ് വെച്ച ശേഷം ബാക്കി വന്ന പീസ് നമുക്ക് പൊട്ടിച്ച് കളയാം. ഓക്കെ, അതിന് ശേഷം നമുക്ക് നമ്മുടെ നൂല് നമുക്ക് ആവശ്യമുണ്ട്. അതിന് മുമ്പ് നമ്മൾ ആ ഒരു ഈർക്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനായിട്ട് വെച്ച് കൊടുക്കുക. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷനായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ നൂലെടുത്ത് നമുക്ക് ആദ്യം ഒരു ചെറിയ ചുറ്റിയ ശേഷം നമുക്കൊരു ലോക്ക് ഇടാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചുറ്റിയിട്ടുണ്ട്. ഇനി ഒരു ലോക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ലോക്ക് ഇട്ട ശേഷം പഴയതുപോലെ തന്നെ ചുറ്റി പോവുക. ഇവിടെ നമ്മുടെ ഒരു ലോക്ക് ഇട്ട ശേഷം ഒരിക്കലും നൂല് പൊട്ടിക്കാൻ പാടില്ല. അത് നമ്മൾ ചെറിയ മിസ്റ്റേക്ക് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരിക്കലും പൊട്ടിക്കാൻ പാടില്ല. ആ ഒരു നൂലോട് വെച്ച് തന്നെ നമുക്കത് വളച്ച് കെട്ടാനുള്ളതാണ്. കറക്റ്റായിട്ട് നമ്മൾ വില്ല് കറക്റ്റായിട്ട് വളച്ച് കെട്ടാനുള്ളതാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ആ ഒരു വില്ല് കറക്റ്റായിട്ട് തന്നെ നമ്മൾ നൂല് കെട്ടി വളച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു പേപ്പറിൻ്റെ മെഷർമെൻറ്റും കൂടെ നോക്കിയിട്ട് വളച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടാണ് നമ്മൾ വളച്ചെടുത്തത്.
അപ്പോൾ കറക്റ്റ് അളവ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ നൂല് അവിടെ വെച്ച് നമുക്ക് കെട്ടി ലോക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ പൊട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അവിടെ ഒരു ചെറിയൊരു ലോക്ക് ഇട്ട് കൊടുക്കണം. ഫ്രണ്ട്സ്, ഇനി നമ്മുടെ അമ്പ് കറക്റ്റായിട്ട് വളഞ്ഞിരിക്കാൻ വേണ്ടി കറക്റ്റ് ഇതിൽ വളഞ്ഞിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ വളച്ച ശേഷം ആ നൂല് അങ്ങനെ വെച്ച് കെട്ടി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ നൂല് വലിയ ഇറുക്കിയൊന്നും കെട്ടില്ല, ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുക, ടൈ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, കെട്ടിയ ശേഷം ഒരു 2 മിനിറ്റൊക്കെ വെച്ച ശേഷം നമുക്ക് നോക്കാം അങ്ങനെ നമ്മുടെ വളവ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ആ നൂല് പതിയെ ഇളക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ നൂല് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി അതാണ്ട് നമ്മുടെ വളവ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതാണ്ട് ആ പേപ്പറിനനുസരിച്ച് തന്നെ നമ്മൾ ആ ഒരു വളവ് വന്നേക്കുന്നത്. അതുപോലെ നമ്മുടെ അമ്പും വില്ലും രണ്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അമ്പും വില്ല് റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അമ്പും വില്ല് ഒട്ടിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പേപ്പർ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളൊരു ചെറിയൊരു ഫെവിക്കോളും എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം നമ്മുടെ വില്ല് ഒട്ടിക്കാം. നമ്മൾ അമ്പ് മാറ്റിയ ശേഷം നമുക്ക് ആദ്യം വില്ല് ഒട്ടിക്കണം. വില്ല് കറക്റ്റായിട്ട് നമ്മൾ പശ വെച്ചാണ് നമ്മൾ ഒട്ടിക്കാനുള്ളത്. നമ്മൾ സെലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നെങ്കിൽ കുറച്ച് പാട് വിടും. എന്തെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ പട്ടം പറന്നൊന്നും വരില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ പശ വെച്ചാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ഓക്കെ, അപ്പോൾ 4 സൈഡും നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ വില്ല് ഒട്ടിക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ വില്ല് മൊത്തം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അമ്പ് നമുക്ക് ഒട്ടിക്കണം. അമ്പ് നമ്മൾ ആ വില്ലിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എടുത്തു വെച്ച ശേഷം നമുക്ക് ഒട്ടിക്കാം. ഓക്കെ, അപ്പോൾ ഫെവിക്കോൾ വെച്ചാണ് ഞാൻ ഇതും ഒട്ടിക്കുന്നത്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ അമ്പും വില്ലും എല്ലാം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫെവിക്കോൾ ആയതുകൊണ്ട് കുറച്ച് ഒട്ടാൻ സമയമെടുക്കും. നമ്മൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ വാല് നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മുടെ പട്ടത്തിന് വയ്ക്കാനുള്ള നമ്മൾ ചിറകും അതുപോലെ വാലും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ പട്ടത്തിൽ വയ്ക്കുന്നത് നമ്മുടെ കളർ വാലാണ്. അപ്പോൾ ഞാൻ ചുമന്ന കളർ വാലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചേർച്ചയുള്ളൊരു ചുമന്ന കളർ വാലാണ് നമ്മൾ വെക്കുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ ഇതുപോലൊരു മടക്കിയ ശേഷം ചെറുതായിട്ട് നമുക്ക് മടക്കിയെടുക്കാം. നമ്മുടെ വീഡിയോ കാണുന്ന പോലെ മടക്കിയെടുക്കുക. ഇതെന്തിനെന്ന് വെച്ചാൽ നമ്മുടെ വാല് പെട്ടെന്ന് കട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് നമ്മളൊരു കത്തിരി എടുത്ത് നമ്മൾ ഈ ഒരു പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയും. ഇത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്, കാരണം അത് തള്ളിയുന്ന കുറച്ച് പാർട്ടാണ്. ബാക്കി ഇനി നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ വാല് മൊത്തം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ പീസ് വെച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാം. നമ്മളൊരു വാലിൻ്റെ പീസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇത്രയും ചെറിയ പീസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചിറകിനൊക്കെ 2 എണ്ണം വീതവും പിന്നെ ബാക്കി നമ്മുടെ വലിയ വാലിന് 5 എണ്ണം വീതമാണ് നമ്മൾ വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഫെവിക്കോൾ വെച്ച് നമുക്കിത് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാം. ചിറകും വാലൊക്കെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിറകിന് 2 പീസ് വീതമാണ് ഒട്ടിച്ച്, പിന്നെ നമ്മുടെ വാലിന് 5 പീസുമാണ്. ഇനി നമ്മുടെ പട്ടത്ത് നമുക്കെടുക്കാം. നമ്മൾ പശയൊക്കെ വെച്ച് ഒട്ടിച്ച് നമ്മുടെ പട്ട ഉണങ്ങി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു പട്ടത്തിൽ നമുക്ക് പശ തേച്ച് നമുക്ക് ആ വാലും ചിറകൊക്കെ ഒട്ടിച്ച് കൊടുക്കാം.
പറക്കുന്നുണ്ട്, നല്ലപോലെ പറക്കുന്നുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. ചുമന്ന വാലും പിങ്ക് പട്ടവും എല്ലാം കിടിലമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 100% വർക്കിംഗ് ആണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് ഉറപ്പായി ലൈക്ക് അടിക്കുക. നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ താഴത്തെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്നിനെ ചെയ്യുക, തൊട്ടാൽ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓളം ഓപ്ഷനിലിടുക. അപ്പോൾ ഇതിനെക്കാട്ടി നല്ലൊരു കിടക്കാച്ച വീഡിയോ ആയിട്ട് വരുന്ന രശ്മി നന്ദു സൈനിങ് ഔട്ട്. പീസ്.